നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത കാലത്ത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ വിഷയമായിരുന്നു റോബിൻ ബസിന്റെ നിയമലംഘനവും MVDയുടെ ഇടപെടൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ മറവിൽ സമാന്തര സർവീസ് നടത്തുന്ന ബസ്സുകളിലെ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായിരിക്കുകയാണ്. റോബിൻ ബസിന്റെ മാതൃകയിൽ നിയമലംഘനം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി കടുപ്പിക്കുന്നത്. വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയാലും തുകയടച്ച് വീണ്ടും നിയമം ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർമാരെ കൂടി പ്രതി ചേർക്കുന്നത്. നോട്ടീസ് നൽകി വിശദീകരണം തേടിയ ശേഷമാകും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. ശിക്ഷാ വിവരം രേഖകളിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ വാഹനം ഓടിക്കാനായില്ല. ഒക്ടോബറിൽ ഇത്തരത്തിൽ ഓടിയ 334 ബസ്സുകൾ പിടികൂടിയിരുന്നു. നവംബർ, ഡിസംബർ മാസങ്ങളിലും 300 ബസ് വീതവും പിടികൂടി. ഇതിലെ ഡ്രൈവർമാരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം വാഹനങ്ങൾ പിടിച്ചെടുക്കില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചാരണങ്ങളിലൂടെയാണ് ചില ഓപ്പറേറ്റർമാർ യാത്രക്കാരെ കണ്ടെത്തുന്നത്. ഇത് റൂട്ട് പെർമിറ്റ് വ്യവസ്ഥയുടെ ലംഘനമാണെന്ന നിയമോപദേശമാണ് ഗതാഗത വകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. ഓൾ ഇന്ത്യ പെർമിറ്റ് ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ സർക്കാർ ഭാഗം കൃത്യമായി കോടതിക്ക് മുന്നിലെത്തിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെ നിയമവിഭാഗവുമായി കൂടിയാലോചിച്ച് മാത്രമേ സത്യവാങ്മൂലം നൽകുകയുള്ളൂ. ആരാധക യാത്രാ നിരീക്ഷണത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെ വെല്ലുവിളിച്ച് ഓടിത്തുടങ്ങിയ ചില ബസ്സുകൾ ആരാധകരുമായി മാത്രമാണ് യാത്ര നടത്തുന്നത്. കോൺട്രാക്ട് കാരേജിന്റെ മാതൃകയിൽ നേരത്തെ യാത്രക്കാരുടെ പട്ടികയും കരാറും തയ്യാറാക്കിയാണ് യാത്ര ചെയ്യേണ്ടത്. ഇതിൽ കേസെടുക്കാൻ പരിമിതിയുണ്ട്. ട്രിപ്പ് ലാഭകരമാണെങ്കിൽ വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റേണ്ടി വരും. അതിനു മുതിർന്നാൽ പിടിയും വീഴും. അതേസമയം റോബിൻ ബസിന്റെ ടൂറിസ്റ്റ് പെർമിറ്റ് റദ്ദാക്കിയ നടപടി 18 വരെ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. ബസ് ഉടമയായ കോഴിക്കോട് സ്വദേശി കിഷോർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗിന്റെ ഇടക്കാല ഉത്തരവുള്ളത്. ഹർജിയിൽ വിശദീകരണത്തിന് സർക്കാർ സമയം തേടുകയും ചെയ്തു. ഹർജികൾ 18-ന് പരിഗണിക്കാനിരിക്കെ റോബിൻ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയത് മരവിപ്പിച്ചു. എന്നാൽ റോബിൻ ബസിന്റെ പെർമിറ്റിന്റെ കാലാവധി നവംബർ 29-ന് കഴിഞ്ഞിരുന്നുവെന്ന് സർക്കാർ അറിയിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്ന് കോടതി പറഞ്ഞു. പെർമിറ്റ് വ്യവസ്ഥകൾ ലംഘിച്ചതിന്റെ പേരിൽ പിടിച്ചെടുത്ത 2 ബസ്സുകൾ പിഴ ഈടാക്കി വിട്ടു നൽകാനും കോടതി നിർദ്ദേശിച്ചു. അഖിലേന്ത്യാ ടൂറിസ്റ്റ് പെർമിറ്റുള്ള കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ റൂട്ട് ബസ്സായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. അഖിലേന്ത്യാ പെർമിറ്റ് നേടിയാൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ എവിടേക്കും സർവീസ് നടത്താമെന്ന ബസ് ഉടമകളുടെ വാദം തള്ളുന്നതായിരുന്നു ഈ നിരീക്ഷണം. തുടർച്ചയായ നിയമലംഘനം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ റോബിൻ ബസ് MVD പിടിച്ചെടുക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവ് മറികടക്കും വിധം തുടർച്ചയായി പെർമിറ്റ് ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. ബസ് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുമായി ട്രിപ്പ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതി വിധിയിലൂടെ റോബിൻ ബസിന് ലഭിച്ചിട്ടുള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു സംഘം ആളുകളെ കയറ്റുകയും മറ്റൊരു നിശ്ചിത സ്ഥലത്തേക്ക് യാത്രക്കാരെ ഇറക്കുകയും ചെയ്യണമെന്നാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ നൽകുന്ന നിർദ്ദേശം. എന്നാൽ ഏതോ പോയിന്റിൽ നിന്നും ആളുകളെ കയറ്റുന്നതിലൂടെ നിയമലംഘനം ആവർത്തിക്കുന്നുവെന്നതാണ് ബസ് പിടിച്ചെടുക്കാൻ കാരണം. ബസ് പിടിച്ചെടുക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നതെന്നാണ് റോബിൻ ബസിന്റെ നടത്തിപ്പുകാർ ആരോപിച്ചിരുന്നത്.